ഹലോ വെൽക്കം ബാക്ക്. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. കുറേ നാളായി ഇപ്പോൾ ക്രാഫ്റ്റൊക്കെ ചെയ്തിട്ടല്ലേ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലുള്ളത് എല്ലാവർക്കും തന്നെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കുഞ്ഞ് ഐഡിയ ആണ്. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടു നോക്കൂ, എന്നിട്ട് അഭിപ്രായങ്ങൾ പറയാൻ മടിക്കരുത്. പിന്നെ ചാനൽ പുതുതായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്ക് ഇന്നത്തെ ഐഡിയ എന്താണെന്ന് പെട്ടെന്നൊന്ന് കാണാം. അപ്പോൾ തമ്പനയിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ വേസ്റ്റായിട്ട് കളയുന്ന പേപ്പറാണ് കേട്ടോ ഇത്. അപ്പോൾ നമ്മൾ വാൾ സ്റ്റിക്കറൊക്കെ വാങ്ങിക്കുമ്പോൾ അതിൻ്റെ ബാക്കിൽ ഉണ്ടാവില്ലേ, അങ്ങനത്തെ ഒരു പേപ്പറാണിത്. സാധാരണ ഞാനിത് കളയാണ് ചെയ്യാറ്. ഇതിപ്പോൾ എനിക്ക് പെട്ടെന്ന് ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കിയാലോ എന്നൊരു ഐഡിയ തോന്നി കേട്ടോ. അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു പീസ് ഇതേപോലെ നീളത്തിൽ എടുത്തിട്ടുണ്ട്. ഒരു 4 സെൻറ്റിമീറ്റർ ടോട്ടൽ വീതി മതിയാവും. എന്നിട്ട് ഞാനതൊന്ന് മടക്കി പിടിച്ചിട്ട് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്, കണ്ടോ. എന്നിട്ട് നമുക്കിത് 2 സൈഡും ഇതുപോലെ കുറച്ച് ഫെവിക്കോൾ തേച്ചൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഇത് വിട്ടിങ്ങനെ വിടർന്ന് പോരാതിരിക്കാം കേട്ടോ. എന്നിട്ട് കൈവച്ചൊന്ന് ഇങ്ങനെ അമർത്തി കൊടുക്കുക, കണ്ടോ. ഇനി നമുക്ക് ഇതുപോലെ ഇതൊന്ന് മടക്കി പിടിച്ചിട്ട് ഇങ്ങനെ ചെറുതായിട്ടൊരു 1/4 ഭാഗത്തോളം ഇതേപോലെ ഒന്നിങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ കണ്ടോ, ഫുള്ള് ഞാൻ ഇതേപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് ഈർക്കിളിയാണ്. പിന്നെ ഫെവിക്കോൾ വീണ്ടും എടുത്തിട്ട് ഇതുപോലെ ഫസ്റ്റ് കുറച്ച് ഫെവിക്കോൾ ആക്കി കൊടുത്തിട്ട് ഈ പേപ്പർ ഒന്ന് ഇതിൽ വെച്ചിട്ട് ഒന്നിങ്ങനെ ചുരുട്ടി കൊടുക്കാം. അപ്പോൾ നമുക്ക് ആ ഒരു ഒട്ടൽ കറക്റ്റ് ആണെങ്കിൽ പിന്നെ അതിങ്ങോട്ട് അഴിഞ്ഞു പോരില്ല. പിന്നെ പശ ലാസ്റ്റ് മാത്രമേ തേക്കേണ്ട ആവശ്യമുള്ളൂ കേട്ടോ. എപ്പോഴെപ്പോഴും പശ തേക്കുന്ന ബുദ്ധിമുട്ടൊന്നുമില്ല. അപ്പോൾ അതാ ഇതേപോലെ വീണ്ടും വീണ്ടും നമ്മൾ ചുറ്റിയെടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എത്ര വേണോ അതിനനുസരിച്ച് ചെയ്തെടുക്കുക കേട്ടോ. നല്ല സ്മൂത്തായിട്ടുള്ളൊരു പേപ്പർ ആയതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യണത്. സാധാരണ വെള്ള A4 ഷീറ്റൊക്കെ ഇല്ലേ, അതൊക്കെ വെച്ചിട്ടായാലും നിങ്ങൾക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഇനി ഞാൻ ഇതിൻ്റെ അടിയിൽ ഇതേപോലെ ഗ്രീൻ ടേപ്പ് വെച്ചിട്ടൊന്നിങ്ങനെ റോൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഗ്രീൻ ടേപ്പിന് പിന്നെ പ്രത്യേകിച്ച് അങ്ങനെ ഗമ്മിൻ്റെ ആവശ്യമില്ലല്ലോ. അപ്പോൾ നമുക്ക് ഇതേപോലെ എല്ലാം തന്നെ റോൾ ചെയ്തെടുക്കാം, കണ്ടോ. ഇനി ഇതിന് ലീഫ് വേണ്ട. അപ്പോൾ ഞാനൊരു ഡ്രൈ ലീഫാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. മാഞ്ചീയത്തിൻ്റെ ഇലയാണിത്. അപ്പോൾ ഇത് കുറച്ചിങ്ങനെ നീളത്തിലുള്ള ഇല ആയതുകൊണ്ടാണ് ഞാനിത് എടുത്തത്. ഇതിന് പകരം നിങ്ങൾക്ക് ഏത് ലീഫ് വേണമെങ്കിലും കുറച്ചൊരു തിക്നെസ് ഉള്ള ലീഫ് നോക്കിയിട്ട് എടുക്കാം കേട്ടോ. നല്ല ഉണങ്ങിയ ലീഫ് എടുത്താൽ മതി. ഇതേപോലെ ഒന്ന് ഉണങ്ങി കഴിയുമ്പോൾ നമുക്ക് ഇതേപോലെ ഈ ഫ്ലവറും ലീഫൊക്കെ ഇങ്ങനെ സെറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇങ്ങനെ ഒറിജിനൽ ലീഫിൽ ചെയ്യുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയാണ് നമ്മൾ പേപ്പറിൽ കട്ട് ചെയ്തിട്ട് ചെയ്യുന്നതിനേക്കാളും. അതുകൊണ്ട് എനിക്ക് ഇതാണ് കേട്ടോ കൂടുതൽ ഇഷ്ടം. അപ്പോൾ ഇത് കുറേ നാൾ കേടാവാതെ ഇരിക്കുകയും ചെയ്യും. അപ്പോൾ ഇതാണ് നമ്മുടെ ഫ്ലവേഴ്സ് കേട്ടോ. വേണമെങ്കിൽ ഇതുപോലെ തന്നെ യൂസ് ചെയ്യാം. ഞാനിപ്പോൾ ഒന്നുകൂടെ ഒന്ന് ഭംഗി വരുത്താൻ വേണ്ടിയിട്ട് ഇതുപോലെ നൈൽ പോളിഷ് എടുത്തിട്ടാണ് ഇതുപോലെ ഒന്ന് ആ ഒരു തുമ്പ് ഭാഗത്തൊക്കെ ഒന്നിങ്ങനെ ടച്ച് ചെയ്ത് കൊടുക്കുന്നത്. വേണമെങ്കിൽ ഓരോന്നിനും ഓരോരോ കളർ വെച്ചിട്ട് വേണമെന്നുണ്ടെങ്കിൽ ടച്ച് ചെയ്യാം. അതല്ലെങ്കിൽ മിക്സഡ് ആയിട്ടോ എങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതേപോലെ എല്ലാം തന്നെ ചെയ്തെടുക്കുക, കണ്ടോ. ഇപ്പോൾ കാണാൻ നല്ല ഭംഗിയില്ലേ. വെറും 10 മിനിറ്റ് മതി നമുക്കിത് ചെയ്തെടുക്കാനായിട്ട്. വേസ്റ്റായിട്ട് കളയുന്ന പേപ്പറും ഉണങ്ങി കരിഞ്ഞു പോകുന്ന ഇലകളൊക്കെയാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. കുറച്ച് പെയിൻറ്റ് എന്ന് വെച്ചാൽ ആ ഒരു ലീഫിനുള്ള കുറച്ച് പെയിൻറ്റ്, പിന്നെ നെയിൽ പോളിഷ് ഒന്ന് ടച്ച് ചെയ്യേ വേണ്ടു. അതാണ് ഇതിന് വരുന്നൊരു എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ. നല്ല ഭംഗിയായിരിക്കും. കുറച്ച് അധികം ഉണ്ടാക്കിയിട്ട് ഒരു ഫ്ലവർ വേസിലൊക്കെ സെറ്റ് ചെയ്ത് വെക്കുകയാണെങ്കിൽ. ഇത് ചെയ്യാൻ പ്രത്യേകിച്ച് ക്രാഫ്റ്റ് ഒന്നും അറിയേണ്ട ആവശ്യമില്ല. ആർക്കും ചെയ്യാൻ പറ്റുന്ന കുഞ്ഞ് ഐഡിയ ആണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ഇപ്പോൾ വെക്കേഷനൊക്കെ കഴിഞ്ഞ് കുട്ടികളൊക്കെ സ്കൂളിൽ പോയിട്ടുണ്ടാവും എന്ന് എനിക്കറിയാം. എന്നാലും നിങ്ങൾക്ക് ശനി ഞായറൊക്കെ ടൈം കിട്ടുന്ന സമയത്ത് ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു ഐഡിയാസൊക്കെ ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. ഇപ്പോൾ ഞാൻ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. ഇനി ഇതുപോലെ മറ്റൊരു വീഡിയോ ആയിട്ട് പെട്ടെന്ന് തന്നെ കാണാം. എല്ലാവർക്കും നന്ദി. താങ്ക്